الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم الذين يجتنبون كبائر الإثم والفواحش إلا اللمم إن ربك واسع المغفرة إذ أنشأكم من الأرض وإذ أنتم أجنة في بطون أمهاتكم فلا تزكوا أنفسكم هو أعلم بمن اتقى ബഹുമാനിയായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും ഈ അനുഗ്രഹീതമായ മാസത്തിലെ നന്മകൾ പരമാവധി ജീവിതത്തിൽ പകർത്തി വിശ്വാസിയായ ഒരു പുതിയ ജീവിതത്തിലേക്ക് കുറച്ചുകൂടി നന്മകൾ ചെയ്യുന്ന, തിന്മകളും തെറ്റുകുറ്റങ്ങളും ഒഴിവാക്കി ജീവിക്കുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാനും നമ്മൾ പ്രതിജ്ഞ എടുക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും ആദ്യമായി ഉണർത്തുകയാണ്. ഓരോ നോമ്പുകാരനും ഒരു പ്രാർത്ഥനയുണ്ട് എന്നും ആ പ്രാർത്ഥന അല്ലാഹു തആല നിരാകരിക്കുകയില്ല, ഒഴിവാക്കുകയില്ല, തട്ടിക്കളയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന നോമ്പിലാണ് നമ്മളുള്ളത്. ഈ അസുലഭ സന്ദർഭം പകുതി പിന്നിട്ടു, ഇനിയും പകുതി ആയുസ്സുണ്ടെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നു. ഈ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ലിക്കുല്ലി സ്വാഇമിൻ ദഅവ ലാ തുറദ്. ഓരോ നോമ്പുകാരനും അല്ലാഹു തആല തട്ടിക്കളയാത്ത ഒരു പ്രാർത്ഥനയുണ്ട് എന്നതിൻ്റെ അർത്ഥം, നോമ്പ് നോറ്റ വിശ്വാസി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയുകയില്ല എന്ന് തന്നെയാണ്. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യത്തിൽ പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇത്. അതുപോലെ തന്നെ ഓരോ ഇഫ്താറിന്റെ നേരത്തും നരകത്തിൽ നിന്ന്
അല്ലാഹു തആല മോചിപ്പിച്ചയക്കുന്ന അഥവാ നരകത്തിലേക്ക് കടക്കാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന മനുഷ്യന്മാർക്ക് പശ്ചാത്താപബോധമുണ്ടായി തിരിച്ചു വന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരുപാട് മനുഷ്യന്മാർ ഓരോ നോമ്പ് തുറയുടെ സമയത്ത് അള്ളാഹുവിൻ്റെ കണക്കിലുണ്ടെന്നും ഓരോ ഇഫ്താർ നേരത്തും കുറെ ആളുകളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് ഒഴിവാക്കുമെന്നും പറഞ്ഞ മാസത്തിലാണ് നമ്മളുള്ളത്. ഇതും നമ്മൾ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ മാറ്റം വരുത്തുകയും വേണം. നമ്മളൊക്കെ ജന്മനാ വിശ്വാസികളാണ്. പരമ്പരാഗതമായി മുസ്ലിമിൻ്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അത്യാവശ്യമായിട്ടൊക്കെയുള്ള കർമ്മങ്ങളും ദാനങ്ങളും ധർമ്മങ്ങളും ഇബാദത്തുകളും ഒക്കെ ഞാൻ നിർവഹിക്കുന്നുണ്ടല്ലോ എന്ന ഒരു നിർഭയത്വത്തിൽ മാത്രം നമ്മൾ കഴിഞ്ഞുകൂടാൻ പാടില്ല. അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ് ഇല്ലൽ ലമം. വിശ്വാസികളെ പറ്റി അള്ളാഹു പറഞ്ഞത് വൻ കുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ. മഹാപാപങ്ങൾ, മനുഷ്യർക്ക് ഉപദ്രവകരമായ കാര്യങ്ങൾ, ലൈംഗികമായ അപകടകരമായ തെറ്റുകൾ, കൊലപാതകങ്ങൾ, മർദ്ദനങ്ങൾ, പലിശ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആളുകൾ എന്ന് തുടങ്ങി വലിയ വലിയ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരായിരിക്കും വിശ്വാസികൾ. ഇല്ലല്ലമം, എന്നാൽ മാനുഷികമായ പിഴവുകളൊക്കെ അവരിൽ നിന്ന് വന്നേക്കാം. അതൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, നിന്റെ റബ്ബ് ഏറ്റവും വിശാലമായി പുറത്തു കൊടുക്കുന്നവനാണ്. വഅലമ ബിക്കും ഇദ് അൻശഅകും മിനൽ അർളി വഇദ് അൻതും മജിന്നത്തും ഫീ ബുതൂനി ഉമ്മാതികും. നിങ്ങളെ ഭൂമിയിൽ നിന്നുണ്ടാക്കിയപ്പോൾ ആ ഭൂമിയിൽ നിന്നുണ്ടായ ബീജം ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ ഒരു ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന കാലം മുതൽ നിങ്ങളെപ്പറ്റി കൃത്യമായി പരിചയമുണ്ട് അള്ളാഹുവിന്. ഫലാ തുസക്കു അൻഫുസക്കും, അതുകൊണ്ട് ഞാൻ നല്ലവനാണെന്ന് നിങ്ങൾ ആരും സ്വയം നന്നാവേണ്ടതില്ല, സ്വയം നല്ലവനാണെന്ന് കരുതേണ്ടതില്ല. വഅലമു ബിമനിത്തഖ, ആരാണ് സൂക്ഷ്മതയുള്ളവനെന്ന് അള്ളാഹുവിനറിയാം. സഹോദരങ്ങളെ, ഇതൊരു താക്കീത് കൂടിയാണ്. ഞാൻ തരക്കേടില്ല എന്ന ചിന്തയല്ല നമുക്ക് വേണ്ടത്. അത് അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത്. ആരൊക്കെ തരക്കേടുണ്ട്, ആരൊക്കെ തരക്കേടില്ല എന്ന്. ആരാണ് സ്വർഗത്തിൽ, ആരാണ് നരകത്തിലെന്ന് അള്ളാഹുവിന്റെ റസൂലിന് പോലും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രസിദ്ധനായ സഹാബി, ആദ്യമായി മദീനയിലേക്ക് ഹിജറ വന്ന് മരിക്കുന്ന മുഹാജിറുകളുടെ കൂട്ടത്തിലെ ആദ്യത്തെ സഹാബി മരിച്ചപ്പോൾ ആ സഹാബിയെ സൽക്കരിച്ചിരുത്തി വീടും സൗകര്യങ്ങളും കൊടുത്ത വീട്ടുകാരി ഒരു സ്ത്രീ ആയിരുന്നു. അവർ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു മദ്ഊനിനെ അതാ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന്. സഹാബിയാണ്, മുഹാജിറാണ്, വീടും കുടിയുമില്ലാതെ മറ്റൊരാളുടെ വീട്ടിൽ താമസിച്ച് കഷ്ടപ്പെട്ട് ദീനിന് വേണ്ടി ത്യാഗം ചെയ്യുന്നയാളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനായിരുന്നു ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു എന്ന അബൂ സാഹിബ്. അദ്ദേഹത്തിന് മരിച്ചത് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നെറ്റത്ത് പോയി ചുംബിച്ചു എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. അത്രയധികം അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയോട് പറഞ്ഞത്, ആര് പറഞ്ഞു ഉസ്മാൻ ഇബ്നു മദ്ഊൻ സ്വർഗത്തിലാണെന്ന്? വല്ലാഹി മാ അദ്രി മാ യഫ്അലു ബി വലാ ബിക്കും, എന്നെ കൊണ്ടും നിന്നെ കൊണ്ടും അള്ളാഹ് എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, അതുകൊണ്ട് ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അവിടെയായിരിക്കണം നമ്മൾ എന്താണ് ഏതാണ് എന്ന് അള്ളാഹുവിനെ അറിയും. നമ്മൾ നല്ലവരാണെന്നുള്ള ധാരണ നമ്മളെ പാരമ്പര്യവും പ്രവർത്തനങ്ങളും വെച്ച് നമ്മൾക്കുണ്ടാവേണ്ടതില്ല. അത് അള്ളാഹു തീരുമാനിച്ചു കൊള്ളും. ആരെപ്പറ്റിയാണെങ്കിലും ഒരു കൂട്ടര് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, ഔലിയാന്റെ അടുത്ത ആളുകളാണ്,
അവർ നേരെ സ്വർഗത്തിലേക്കാണ്. അള്ളാഹുവിന്റെ പങ്ക് പറ്റുന്നവരാണ്, അള്ളാഹുവിന്റെ പണികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളാണ്, അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിലേക്ക് പോയ രക്തസാക്ഷികളാണ്. അങ്ങനെയൊന്നും നമ്മൾ കണക്കാക്കണ്ട, അതൊക്കെ പഠിച്ചോ തീരുമാനിക്കണ്ട. നമ്മൾ നല്ലവരാണോ എന്ന് നമ്മൾ സ്വയം നന്മകൾ ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത. സഹോദരങ്ങളെ, റമദാനിന്റെ പകുതി പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഈ സമയത്ത് പുതുക്കാനുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ അവതരണ മാസമാണ് റമദാൻ എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിന്റെ വഴിതിരിവായ ഇതര 2ാം കൊല്ലത്തിൽ ഒരു റമദാനിലെ 17 സംഭവിച്ച ബദർ യുദ്ധത്തിന്റെ ഓർമ്മകളും നമുക്കുണ്ട്. അതൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ളതാണ്. സൂറത്തുൽ അംഫാലിൽ ഒരുപാട് ആയത്തുകളിൽ കൂടി ബദർ യുദ്ധത്തെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിനെ പറ്റി ഖുർആനിലുടനീളം അതിനോടുള്ള നമ്മുടെ ബാധ്യതയെ പറ്റി, അതിനെ പഠിക്കാത്ത ആളുകളെ പറ്റി, അത് പഠിക്കാനുള്ള അവസരമുണ്ടായിട്ടും ഖുർആൻ ഒന്ന് വായിച്ചു നോക്കാൻ മടിക്കുന്നവരെ പറ്റി അല്ലാഹു തആല ആവർത്തിച്ച് പറയുന്നുണ്ട്. ശക്തമായ ഭാഷയിൽ തന്നെ ഖുർആൻ പഠിക്കാത്തവരെ അല്ലാഹു തആല നമ്മൾ ഇഷ്ടപ്പെടാത്ത മൃഗങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട് വരെ അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടുണ്ട്. ഖുർആൻ പഠിക്കാത്തവരെ, ഖുർആൻ പഠിച്ചിട്ടും അതനുസരിച്ച് ജീവിക്കാത്തവരെ. അങ്ങനൊക്കെ ഈ നാളുകൾ ഓർക്കാനുണ്ടെങ്കിലും ആ ഓർമ്മയിൽ നിന്നെല്ലാം നമുക്ക് വേണ്ടത് എന്താണ് എന്ന് തിരിച്ചറിയുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. നിർഭാഗ്യവശാൽ മുസ്ലിം സമൂഹം അതൊക്കെ കൈവിട്ടിട്ട് എവിടെ എത്തി എന്ന് ചോദിച്ചാൽ, ഖുർആൻ അവതരിച്ച മാസം അതൊരു ആചരണ മാസമായി മാത്രം ചുരുക്കിക്കെട്ടി. ഖുർആൻ അവതരിച്ച ദിവസം അത് 27ാം രാവാണ് നമ്മൾ തീരുമാനിച്ചു. എന്നിട്ട് 27ാം രാവ് ആചരിക്കുന്ന പണി തുടങ്ങി, അതിന് പലഹാരങ്ങൾ ഉണ്ടാക്കി 27ാം രാവിന് ആളുകളെ കൂലിക്ക് ദുആക്ക് പിടിച്ചുകൊണ്ട് അവരെ കൊണ്ട് ദുആയിരപ്പിച്ച് കാശും കൊടുത്ത് മധുരമുള്ള അപ്പവും തിന്നാൽ ഖുർആനിനോടുള്ള ബാധ്യത തീർന്നു എന്ന ആചരണത്തിലേക്ക് നമ്മൾ എത്തി. ഖുർആനിനെ പറ്റി എത്ര പേർക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അറിയാം? അതാണല്ലോ 17 വട്ടം ചെല്ലുന്നത്. ഒരു പ്രാവശ്യം ഖുർആനിന്റെ അർത്ഥത്തോടുകൂടി വായിച്ച് തീർത്തവരെത്രയുണ്ട്? എവിടെയാണ്? നമുക്ക് സമയമില്ലാത്തതാണോ, സൗകര്യമില്ലാത്തതാണോ, അവസരങ്ങളില്ലാത്തതാണോ, ഖുർആൻ പഠിപ്പിച്ചു തരാൻ ആരെങ്കിലും നാട്ടിലില്ലാത്തത് കൊണ്ടാണോ? ഒന്നുമല്ല, നമുക്കത് വേണ്ട. ഖുർആൻ പഠിച്ചില്ലെങ്കിലും ഇവിടെ സർട്ടിഫിക്കറ്റ് കിട്ടും, PSCയിൽ നിയമനം കിട്ടും, കച്ചവടം നന്നായി ചെയ്യാൻ പറ്റും, ബിസിനസ്സുകൾ നന്നായി പോകും. അതിനൊന്നും ഖുർആൻ പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദുനിയാവിലെ ജീവിതം സുഖകരമാക്കാൻ ഖുർആൻ വേണ്ട എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിനെ നാം 27ാം രാവിലേക്ക് കൂട്ടിക്കെട്ടി ആചാരത്തിന്റെ മാസമാക്കി മാത്രം മാറ്റി. അതല്ല, ഖുർആനിലേക്ക് നമ്മൾ തിരിച്ചു പോകണം, ഖുർആൻ നമ്മൾ പഠിക്കണം. മറ്റൊന്ന് യൗമുൽ ബദർ, ബദറിന്റെ ദിവസം. അത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു. യൗമുൽ ഫുർഖാൻ, കല്ലും പതിരും നെല്ലും പതിരും വേർതിരിച്ച ഒരു ദിവസമായിരുന്നു യൗമുൽ ബദർ, അല്ലെങ്കിൽ യൗമു ബദർ, അല്ലെങ്കിൽ യൗമുൽ ഫുർഖാൻ. അതും നമ്മൾ ആചാരത്തിന്റെ മാസമാക്കി മാറ്റി. ഉളഹിയത്ത് പോലും മറക്കാൻ അല്ലാഹു തആല നിർബന്ധമാണെന്ന രൂപത്തിൽ കൽപ്പിച്ച ഉളഹിയത്ത് പോലും ബലികർമ്മം നടത്താൻ കയ്യിൽ കാശില്ലാത്തവന് ബദറിൽ ബലികർമ്മം നടത്തി മാംസവും തിന്ന് ബദറിന്റെ ഓർമ്മ, ഒരുപാട് മാംസങ്ങൾ ചിഹ്നിച്ചതറിയ ബദറിന്റെ മണ്ണിനെ പറ്റി ഓർക്കുന്നത് മൃഗങ്ങളുടെ മാംസം തിന്ന് അതിന് വേണ്ട ആചാരങ്ങൾ നടത്തിയിട്ടാണ്. അതും ആചാരമാക്കി മാറ്റി. അവിടെ നമ്മൾ തിരിച്ചു പോകണം, നമ്മൾ ഇസ്ലാമിലേക്ക് വരണം. എന്തായിരുന്നു ബദർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ വേണ്ടി മക്കത്ത് 13 കൊല്ലം സഹിക്കാൻ പൊറുതി, ഇരിക്കപ്പൊറുതിയും കിടക്കപ്പൊറുതിയും കൊടുക്കാത്തത് കൊണ്ടാണ് സ്വന്തം രാജ്യത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് നാടുവിട്ടത്. സഹാബിമാര് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും പലപ്പോഴും മക്കളെയും ഭാര്യമാരെയും കൂടെ കൂട്ടാൻ മുശ്രിക്കീങ്ങൾ അനുവദിച്ചില്ല ഹിജ്റ പോയപ്പോൾ. അങ്ങനെ ദുരിതം അനുഭവിച്ച ഒരു ജീവിതത്തിന് ശേഷം
മദീനയിലേക്ക് പലായനം ചെയ്ത് അവിടെ കൊടിയേറിയപ്പോഴാണ് മുശ്രിക്കീങ്ങൾ അവിടെയും നിങ്ങളെ കടന്നുറങ്ങാൻ അയക്കില്ല എന്ന് കരുതി ശത്രുക്കൾ വന്നത്. സർവശക്തിയും ഉപയോഗിച്ച് അവരെ തടുക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. മുശ്രിക്കീങ്ങൾ 1000 ആളുകളാണ് വന്നത്. അവർ യുദ്ധത്തിന് വന്നത് ആയുധമായി മാത്രമായിരുന്നില്ല. ഒരു ദിവസം 10 ഒട്ടകം വീതം അറുത്തു തിന്നാനുള്ള അവർ കോപ്പ് കൂട്ടിയാണ് വന്നത്. അവർക്ക് ആഘോഷമായിരുന്നു ബദർ. ഒരു ദിവസം ബദറിലേക്ക് വരുന്ന മുശ്രിക്കീങ്ങൾ അറുത്തു തിന്നിരുന്നത് 10 ഒട്ടകത്തിനെയായിരുന്നു എന്ന് പറയുന്നു. 1000 ആളുകൾക്ക് 700 കുതിരകളുണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അവർ കുതിരപ്പടയാളികളായിരുന്നു. അബൂജഹലിന്റെ നേതൃത്വത്തിൽ വന്നപ്പോ എല്ലാവരും ആഭരണം അണിഞ്ഞൊരുങ്ങി വരണമെന്നാണ് പറഞ്ഞത്. കാരണം അവർക്ക് ബദർ ആഘോഷമായിരുന്നു. അബൂജഹൽ പറഞ്ഞത്, പാട്ടുപാടുന്ന പെണ്ണുങ്ങളൊക്കെ നമ്മളെ കൂടെ മദീനയിലേക്ക് വരണം, നമ്മളെ യാത്രയിൽ പാട്ടും കേട്ടു പോകണം മദീനയിലേക്ക്, എന്നിട്ട് മദീനയിൽ ചെന്ന് മുഹമ്മദിനെയും അനുയായികളെയും തുരത്തണം. അങ്ങനെ ആഘോഷത്തോടു കൂടിയാണ് അവർ വന്നത്. പാട്ടും പാടി മദ്യം കഴിയാവുന്നത്ര കരുതി വെക്കണം, തിരിച്ച് മക്കത്തെത്തുവോളം മദ്യം കഴിച്ച് ആസ്വദിക്കണമെന്ന ആഹ്വാനം കേട്ടിട്ടാണ് അവർ ബദറിലേക്ക് വന്നത്. അങ്ങനെയാണ് മുശ്രിക്കീങ്ങളുടെ അവസ്ഥ ഉണ്ടായിരുന്നത്. എന്നാലോ മുസ്ലിമീങ്ങൾ 300-ൽ പരം ആളുകൾ, 313 എന്നൊക്കെ കാറിന്റെ നമ്പറിന് വേണ്ടി എണ്ണുന്നത് ശരിയല്ല, ചരിത്രത്തിൽ അങ്ങനെ കൃത്യമായി ഇല്ല. 300-ൽ പരം, 317, 316, 319 ഒക്കെ, അതിൽ 13ഉം 14ഉം ഒക്കെ ഉണ്ട്. 300-ൽ പരം ആളുകൾ, അതാണ് ചരിത്രം. ആ 300-ൽ പരം ആളുകളുടെ കയ്യിൽ 200 കുതിരകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ശത്രുക്കളുടെ 700 അല്ല, 200. എന്നാൽ മുസ്ലിമീങ്ങളുടെ കയ്യിൽ 2 കുതിരകളാണ് ഉണ്ടായിരുന്നത്. യുദ്ധത്തിന് ആവശ്യമായിരുന്നതാണല്ലോ കുതിരകൾ. 2 എണ്ണം. അതിന് പകരം 200 അപ്പുറത്തുള്ളത്. 300-ന് പകരം 1000 അവരുടെ അടുക്കലുണ്ടായിരുന്നത്. ഉടുത്ത തുണിക്ക് മറിച്ചുകൊടുക്കാൻ മദീനയിലേക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് വേണം. ആ ഉടുത്ത തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുഹാജിറുകളായ ആളുകൾക്ക് മദീനത്തൊരു വീടുണ്ടായിരുന്നില്ല. അവർ വീട്ടിൽ നിന്നല്ല ഇറങ്ങിപ്പോന്നത്, പള്ളിയിലെ ചെരുവിൽ നിന്നാണ് അവർ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടത്. പലരും മറ്റുള്ളവരുടെ വീട്ടിൽ താമസിക്കുന്ന അവസ്ഥയിൽ ആ വീടുകളിൽ നിന്നാണ് ഇറങ്ങിപ്പുറപ്പെട്ടത്. ആയുധമുണ്ടായിരുന്നില്ല അവരുടെ കയ്യിൽ. ഹിജ്റ വന്നത് മുതൽ ശരിക്ക് ഭക്ഷണം കഴിക്കാനുള്ള വകയുണ്ടായിരുന്നില്ല. മെലിഞ്ഞൊട്ടിയ പട്ടിണിപ്പാവങ്ങളായിരുന്നു അവർ. പക്ഷേ ഇരിക്കപ്പൊറുതിയില്ല, കിടക്കപ്പൊറുതിയില്ല. മുസ്ലിമായി എന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് മദീനത്തും താമസിക്കാൻ കഴിയില്ലെങ്കിൽ മരിച്ചാലും അഭിമാനത്തെയും ആദർശ സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കണമെന്ന പ്രതിബദ്ധതയോടുകൂടിയാണ് അവർ ബദർ എന്ന സ്ഥലത്തെത്തിയത്. അതാണ് ബദർ യുദ്ധം. പക്ഷേ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തഹ്ലിക ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദ ഫിൽ അർദ്. അല്ലാഹുവേ, ഈ ദുർബലരായ കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ചാൽ, ഞങ്ങൾ ഇവിടെ വെച്ച് മരിച്ചു പോയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ ഭൂമിയിൽ ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളെ തൗഹീദ് ഇവിടെ നിലനിൽക്കണമെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവിടെ നിലനിർത്തണമെങ്കിൽ ഞങ്ങൾ ബദറിൽ മരിച്ചു പോകരുത് എല്ലാവരും. അതാണ് റസൂലുള്ളാഹ് അള്ളാഹുവിനോട് ചെയ്ത ക്ലെയിം. തൗഹീദിന്റെ ക്ലെയിമായിരുന്നു. ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്, വേറെ ആരുമില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ് ഖുറൈശികളും. അബൂജഹൽ ബദറിലേക്ക് പുറപ്പെട്ടത് കഅബയിൽ നിന്നാണ്. കഅബയിൽ നിന്നാണ് യാത്ര തിരിച്ചത്. കഅബയുടെ കില്ല പിടിച്ച് അബൂജഹൽ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുവേ അഖ്തഉന നസബൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ റഹ്മൻ, ഞങ്ങളുടെ കുടുംബ ബന്ധം തകർക്കുന്ന ഈ മുഹമ്മദും അനുയായികളും, വആതാനാ ബിമാ ലാ യുറഫ്, ഞങ്ങൾക്കൊന്നും അറിയാത്ത ഒരു പുതിയ മതവുമായി ലാ ഇലാഹ ഇല്ലല്ലാഹുമായി വന്ന മുഹമ്മദ്, അവനെ ഫഅഹിനിഹി അൽ ഗദാത, ഈ ബദറിന്റെ പകലിൽ അവനെ നശിപ്പിക്കണം പഠിച്ചവനോട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പോന്നത് അബൂജഹൽ. അബൂജഹൽ നിരുശലവതിയായിരുന്നില്ല. അബൂജഹൽ അള്ളാഹുവിന്റെ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ പിടിച്ച്, കഅബയുടെ കില്ല പിടിച്ച് അള്ളാഹുവിനോടാ പറഞ്ഞത്, കുടുംബ ബന്ധം നശിപ്പിച്ചു മുഹമ്മദ്,
ഞങ്ങളറിയാത്ത ഒരു മതം, ഞങ്ങൾ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് ആളുകളെ പഠിച്ചവരല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവൻ പറയുന്നത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനേ പാടുള്ളൂ എന്ന്. ഇത് ഞങ്ങൾ അറിയാത്ത മതമാണ്. അതുകൊണ്ട് ഈ പകൽ സമയത്ത്, ഈ രാവിലെ പുലർച്ചെ സമയത്ത് അവനിനി നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാ പോകുന്നത് പ്രാർത്ഥിച്ചിട്ട്. ആ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു എന്നാണ് ഫകാന ഹുവൽ മുസ്തഫ്തൻ. അതാണ് ചരിത്രം. അള്ളാഹു വിജയത്തിന് വേണ്ടി അബൂജഹൽ പ്രാർത്ഥിച്ച വിജയം അല്ലാഹു തആല മുഹമ്മദ് നബിക്ക് കൊടുത്തു. കാരണം നശിപ്പിച്ചതും തിന്മ ചെയ്തതും അബൂജഹലും കൂട്ടരുമായിരുന്നു. അവർ നശിച്ചു, അവർ പിന്തിരിഞ്ഞോടേണ്ടി വന്നു, അവരിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടേണ്ടി വന്നു. പറഞ്ഞു വരുന്നത് ബദർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിന് വേണ്ടി. അതെന്തായിരുന്നു? അബൂജഹലിന് ഇല്ലാത്ത ഒരു ദൈവവിശ്വാസം മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നത് എന്താ? അബൂജഹൽ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. ആരാണ് നിന്നെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ റബ്ബ് എന്നാണ് അവർ പറയാ. ആരാണ് നിനക്ക് മഴ തരുന്നത്? റബ്ബാണ്. ആരാണ് മരിപ്പിക്കുന്നത്? റബ്ബാണ്. ആരാണ് ജനിപ്പിക്കുന്നത്? റബ്ബാണ്. അതൊക്കെ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അടിസ്ഥാനപരമായി അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. പക്ഷേ ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, ആ റബ്ബിന് വേണ്ടി മാത്രമേ നേർച്ച നേരാവൂ, ആ റബ്ബിന് വേണ്ടി മാത്രമേ വഴിപാട് നടത്താവൂ, ആ റബ്ബിനെ മുൻനിർത്തി നേർക്കുനേരെ ചോദിക്കണം, ആ റബ്ബിന്റെ ഇടയിൽ വേറൊരാളെയും ആവശ്യമില്ല എന്നതിലായിരുന്നു മുഹമ്മദ് നബിയും അബൂജഹലും തമ്മിലുള്ള തെറ്റ്. വ്യത്യാസം അതായിരുന്നു. റബ്ബില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ, പ്രാർത്ഥനക്കർഹൻ, സഹായം തേടാൻ അർഹൻ, രക്ഷ തേടാൻ അർഹൻ, നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കാൻ അർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ, പ്രാർത്ഥിക്കാവൂ എന്നതാണ് തൗഹീദ്. അതാണ് ഇബാദത്ത്. ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ച രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ഭൂമിയിൽ അവശേഷിക്കില്ല. ഞങ്ങൾ മരിച്ചാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ടായേക്കാം. അതാ റസൂലിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്തുകൊണ്ടെന്നാൽ ശിർക്കാണ് സഹോദരന്മാരെ. നമ്മുടെ സമൂഹത്തിൽ ശിർക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചവനോടുള്ള പ്രാർത്ഥനയ്ക്ക് പകരം അല്ലാഹുവല്ലാത്ത ഒരുപാട് ആളുകളെ നിർത്തിവെച്ച ദൈവങ്ങളായി കണ്ടവർ, അതല്ല മനുഷ്യ ദൈവങ്ങളായി കണ്ടവർ. മരിച്ച മനുഷ്യന്മാരുടെ ജാറങ്ങളിൽ നിന്ന് രക്ഷ കിട്ടും, ഔലിയാക്കൾ രക്ഷപ്പെടുത്തും. അള്ളാഹുവിന്റെ കാര്യങ്ങളൊക്കെ ഔലിയാക്കളാണ്, വലിയുകളാണ് നൽകുന്നത് എന്നിങ്ങനെ കണ്ടതിനും കണ്ടവന്റെയും നേരെ ദിവ്യത്വവും ഉലൂഹിയത്തും ചാർത്തി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആചാരങ്ങൾ മുസ്ലിം സമുദായം ധാരാളമായി ചെയ്യുന്നു. അതിൽ നിന്ന് മാറി യാ റബ്ബന അല്ലാഹുമ്മ, ഏകനായ റബ്ബിങ്കലേക്കുള്ള തേട്ടമാണ് തൗഹീദ്. ആ തൗഹീദിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്തത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കൂല. അതല്ലാത്തതൊക്കെ അള്ളാഹു തആല പൊറുക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ബദറിന്റെ സന്ദേശം നാം ആചരിക്കലല്ല, തൗഹീദിലേക്ക് മടങ്ങുക, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മടങ്ങുക, ആ അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുക. അള്ളാഹു കൽപ്പിച്ച ഫർളാണെങ്കിൽ അത് ഫർളായി തന്നെ കാണുക, സുന്നത്താണെങ്കിൽ സുന്നത്തായി തന്നെ കാണുക. എന്നിട്ട് അള്ളാഹുവിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വകാന ഹഖ്ബൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കേണ്ടത് എന്റെ ബാധ്യതയാണ് എന്ന് അള്ളാഹു തആല ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതാണ് ബദറിൽ സംഭവിച്ചത്. ഇത്രയൊക്കെ ശക്തി വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും ബലവ്യത്യാസം ഉണ്ടായിട്ടും ആ വിശ്വാസികൾക്ക് മണലിൽ കൂടി നടക്കാൻ കാല് പൂണ്ടുപോകുന്ന മണലായതുകൊണ്ട് മഴ പെയ്യിപ്പിച്ചു കൊടുത്തു. സൂറത്തുൽ അൻഫാലിന്റെ തുടക്കത്തിൽ അത് കാണാം. മഴ പെയ്യിപ്പിച്ചു കൊടുത്തു. അപ്പൊ മണൽ ഉറച്ചു. എന്നിട്ട് അവർ ബദർ യുദ്ധത്തിലേക്ക് നടന്നത്. അവർക്ക് വെള്ളമുണ്ടായില്ല. മഴ പെയ്യിപ്പിച്ചപ്പോ അവിടെയൊക്കെ ധാരാളമായി വെള്ളം അല്ലാഹു തആല അവർക്ക് നൽകി. അങ്ങനെയാണ് അവര് ഒക്കെ പുറമെ ഞങ്ങൾ ആള് കുറവാണല്ലോ എന്ന് ആ വിശ്വാസികൾക്ക് ഒരു ഉൾക്കിടിലമുണ്ടായിരുന്നു. ഞങ്ങൾ ആള് കുറവാണല്ലോ എന്ന്. അല്ലാഹു തആല പറഞ്ഞു, ഇർതസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾക്ക് 300-ഉം അവർ 1000-ഉമല്ലേ, 1000 മലക്കുകളെ നിങ്ങൾക്ക് ഞാൻ സഹായിയായി അയക്കുന്നുണ്ട്.
അങ്ങനെ മലക്കുകളെ കൂടി വിട്ടുകൊടുത്തുകൊണ്ട് അള്ളാഹു തആല സഹായിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ മടങ്ങിയാൽ അള്ളാഹുവിന്റെ സഹായം നമ്മൾ അറിയാതെ കിട്ടും എന്നതൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ തൗഹീദിന്റെ സന്ദേശമടങ്ങുന്ന ബദറിനെയും ആ ബദർ നമ്മളെ പഠിപ്പിക്കുന്ന ആ ബദറിന്റെ സന്ദേശം നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഖുർആനിനെയും നാം പഠിച്ചു മനസ്സിലാക്കി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, രണ്ടും ഫുർഖാൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കുന്നത്, സത്യവും അസത്യവും വേർതിരിക്കുന്നത്. ഖുർആനിന്റെ പേരാണ് ഫുർഖാൻ, മറ്റൊരു പേര് ഫുർഖാനുൽ അദീം. ബദറിന്റെ പേരാണ് ഫുർഖാൻ. എന്താ വേർതിരിച്ചത്? ജീവിതത്തിൽ ശരിയും തെറ്റും വേർതിരിക്കുന്ന ഒരു യുദ്ധം, ആ ശരിയും തെറ്റും വേർതിരിക്കുന്ന ഒരു വേദഗ്രന്ഥം, അതാണ് പരിശുദ്ധ ഖുർആൻ. നമ്മൾ പഠിക്കണം. ഒരു 50 കിലോമീറ്റർ ദൂരത്തേക്ക് നമ്മൾ പോകുമ്പോൾ പോലും നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടും. എന്തിനാ? വഴി തെറ്റാതിരിക്കാൻ. ഒരു ഗൈഡ്, ഖുർആൻ നമ്മുടെ ഗൈഡാണ്, നമ്മുടെ വഴിയാണ്. എവിടെയാണ് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതിന്റെ കൃത്യമായ ഗൈഡാണ്. അടുത്ത് വായിച്ചു നോക്കണം. ഒരു ഗൂഗിൾ മാപ്പിനോളം പോലും നമ്മൾ ഖുർആനിൽ വിശ്വസിക്കുന്നില്ലേ? അതിന് അത്ര പോലും ആ ഡൗൺലോഡ് ചെയ്ത് ഗൂഗിൾ മാപ്പ് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന അത്രയെങ്കിലും പരിശുദ്ധ ഖുർആനിനെ, അതിന്റെ ആശയം നമ്മുടെ മനസ്സിലേക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ലെങ്കിൽ എത്രമാത്രം പിന്നിലാണ് നമ്മൾ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ ഖുർആനിലേക്ക് മടങ്ങണം. നല്ല സന്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. പശ്ചിമേഷ്യ വളരെ ഗുരുതരമായ അവസ്ഥയിൽ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളോടൊക്കെ ഉറ്റവരും ഉടയവരും അവിടെയുണ്ട്. ഈ പത്രങ്ങളിൽ കാണിക്കുന്ന അത്രമാത്രം ബേജാറുകളൊന്നും അവിടെ ഇല്ല. അതിനൊന്നും നമ്മൾ അങ്ങനെ ഉമ്മമാരും ഉപ്പമാരും പ്രയാസപ്പെടേണ്ടതൊന്നുമില്ല. അവിടെ തീയും പുകയും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്. അവരുടെ നേരെ, അമേരിക്കയുടെ നേരെ ഇറാൻ അയക്കുന്ന ആ ബേസുകളിലേക്ക് അയക്കുന്ന പല ആയുധങ്ങളും അതിനെ തടുക്കുക മാത്രമാണ് ഈ പൊട്ടലും ചീറ്റലും. അതിൻ്റെ ഇടയിൽ ചില്ലറ പരിക്കുകളോ ഒക്കെ ഉണ്ട് എന്നല്ലാതെ നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും നേരെയുള്ള ഒരു നേരിട്ടുള്ള യുദ്ധമൊന്നും അവിടെ നടക്കുന്നില്ല. മുസ്ലിം രാജ്യത്തെ നേതാക്കളും പറയുന്നത് അതൊക്കെ ഈ മീഡിയകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണ്. എങ്കിലും മനുഷ്യ സമൂഹം കെടുതിയെ നേരിടുന്നുണ്ട്. ആ കുട്ടികളും മുതിർന്നവരും വലിയവരുമൊക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലുള്ളത് ആര് ശരി ആര് തെറ്റ് എന്നതല്ല. ഇസ്രായേൽ എന്ന രാഷ്ട്രം, ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറഞ്ഞ് 2 ഹറമുകൾ വരെ ഇസ്രായേലിന്റെ പരിധിക്കുള്ളിലാണ് എന്ന് പ്രഖ്യാപിച്ചുള്ള ഒരു നീക്കത്തിന്റെ ശ്രമത്തിൽ തുടക്കമാണ് ഇത് എന്ന് നമുക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. കാര്യങ്ങൾ നോക്കിയാൽ ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതിന്റെ മുമ്പ് ഈ ഭൂമി പാകമാക്കുകയാണെന്നാണ് ജൂതന്മാരുടെ മിഥ്യാധാരണ. അതാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനങ്ങൾ നോക്കിയാൽ ജൂതന്മാർ നശിപ്പിക്കപ്പെടും. അവരെത്ര ശക്തിയുണ്ടെങ്കിലും അവരെ പിന്തുണക്കുന്നവർ അവരെ കൈയൊഴിക്കും. ജൂതന്മാർ ഇവിടെ നശിക്കും എന്നത് തന്നെയാണ് പരിശുദ്ധ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ കാത്തിരുന്ന് കാണണം എന്ന് മാത്രം. അപ്പോ ഊഹാപോഹങ്ങൾക്കോ ആരുടെയെങ്കിലും ഭീഷണികൾക്കോ അല്ല നമ്മൾ വഴിപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യേണ്ടത്. നമ്മൾ മനുഷ്യ സമൂഹത്തെ, അത് ഏത് വർഗങ്ങളും ജാതികളുമാണെങ്കിലും മനുഷ്യ സമൂഹത്തെ കെടുതികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു എല്ലാ കെടുതികളിൽ നിന്നും, മാരകമായ യുദ്ധങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, അതിനെ തുടർന്നുണ്ടാകുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തിന് രക്ഷ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് പരിശുദ്ധ റമളാൻ സ്വീകരിച്ച് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഉത്തരം നൽകുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ധാരാളം ആളുകൾ
ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹുവേ നീ ശമനവും സുഖവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു തആല ബർസഖിയായ നല്ല ജീവിതം നൽകുകയും നമ്മയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.